രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ. സാധാരണഗതിയിൽ വയനാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അത്തരം സ്ഥലങ്ങളാണ്, സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഇന്ന് ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നത്. കല്ലും മണ്ണും ഒക്കെ വന്ന് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ. സ്വാലിഹ്, ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടോ? കാരണം പല വീടുകളും പൊളിഞ്ഞ അവസ്ഥയിൽ കാണുന്നുണ്ട്. അതിനടിയിൽ പലരും കുടുങ്ങി കിടക്കുന്നേക്കാം ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടോ? കാരണം പലരെയും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. അജിംഷാദ്, തീർച്ചയായും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ വീടുകളിൽ ഈ കോൺക്രീറ്റ് ഒക്കെ മാറ്റിയുള്ള പരിശോധനയാണ് ഇന്ന് നടക്കാനുള്ളത്. ഇത്തരത്തിൽ ഈ ഓരോ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്കത് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ മറുഭാഗത്ത് ഇത്തരത്തിൽ ആളുകളെയൊക്കെ മാറ്റിയുള്ള പരിശോധന, ഈ കോൺക്രീറ്റുകൾക്കിടയിലൊക്കെയുള്ള പരിശോധന ഇപ്പോഴും തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഈ സംഘം ഇപ്പോൾ മറുഭാഗത്തേക്ക് നടന്നു പോകുന്നതും ഈ JCB തന്നെ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മണ്ണ് ഇപ്പോൾ നീക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ മൺകൂനയുടെ ഏതാണ്ട് താഴ്ഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു വീടിൻ്റെ ഭിത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഈ പതുക്കെ ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വലിയ മരങ്ങളൊക്കെ കടപുഴകി വന്ന് ഇത് ഒന്നാകെ ഈ കരഭാഗത്തേക്ക് ഇടിച്ചു കൊണ്ടുവന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കരയിലുള്ള കെട്ടിടങ്ങളൊക്കെ പോയതാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തൊരു ചെറിയ ബീമൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വീടുകളുടെ മുകൾ ഭാഗമാണ്. ഈ കാണുന്നത് ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. അതിൻ്റെ ചെറിയ കമ്പികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് വീടുകൾ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇവിടെയെല്ലാം പ്രാഥമിക പരിശോധന ഇന്നലെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ തുടങ്ങി കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രാഥമിക പരിശോധന ഇന്നലെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ഇതെല്ലാം നീക്കി, ഈ മണ്ണൊക്കെ നീക്കിയുള്ള പരിശോധന ഇന്ന് ആരംഭിക്കും. പല ഭാഗങ്ങളിലായി അത് നടന്നു വരികയാണ്, ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈന്യത്തിൻ്റെ സംഘങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നമുക്ക് കാണാൻ കഴിയും. ഈ പാലം കൂടെ പൂർത്തിയാവുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അജിംഷാദ്.